ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പേപ്പറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഓൾറെഡി സെഡ് ദാറ്റ് ദിസ് ഈസ് എ തിയറി പേപ്പർ. ഇനി 100 മാർക്സിൽ നമുക്ക് 70 മാർക്സ് 30 മാർക്ക് എന്ന രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ 70 മാർക്സ് തന്നെ എസ്സേ ടൈപ്പാണ്. 30 മാർക്സ് ഒരു ക്വസ്റ്റ്യൻ, 20 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് 30 മാർക്കിൻ്റെ MTQs ആണ് വരുന്നത്. അത് 10 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സിനാരിയോ തന്നിട്ട് അത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസും 2 മാർക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അത് നമുക്ക് ഫുൾ സിലബസ് ഏരിയനെ നമുക്ക് പർട്ടിക്കുലർലി പറയാൻ പറ്റത്തില്ല ഇതിൽ നിന്നായിരിക്കും വരിക അല്ലെ ഇതിൽ നിന്നായിരിക്കാം വരാനുള്ള ചാൻസ് എന്ന് പറയാൻ പറ്റില്ല. ഈ കാണുന്ന ഫുൾ സിലബസ് ഏരിയ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന MTQs വരാറുള്ളത്. ആൻഡ് ഇതിൽ വരുന്നത് ഓഡിറ്റ് റിസ്ക് വരാറുണ്ട്, ഇൻറ്റേർണൽ കൺട്രോൾ, സബ്സ്റ്റാൻസീവ്, റിപ്പോർട്ടിംഗ്, എത്തിക്സ്, കോർപ്പറേറ്റ് ഗവർണൻസ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റ്. പിന്നെ ഈ അഷുറൻസ് ഓൺ എൻഗേജ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു സെപ്റ്റംബർ സെക്ഷൻ മുതൽ നെക്സ്റ്റ് ജൂൺ വരെ അത് ഒരു അതർ തിയറി എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഡിറ്റ്, അത് വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഓഡിറ്റ് റിസ്ക് 30 മാർക്കിന് വന്നു കഴിഞ്ഞാൽ മേ ബി ഇൻറ്റേർണൽ കൺട്രോൾ 20 മാർക്സിന് വരും. അങ്ങനെ ഇൻറ്റേർണൽ കൺട്രോൾസ് 20 മാർക്കിന് വരുമ്പോൾ അതിൻ്റെ കൂടെ വരാൻ ചാൻസ് ഉള്ളതായിരിക്കും കോർപ്പറേറ്റ് ഗവർണൻസ്. അത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 3 എണ്ണമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റേ അല്ലെന്നല്ല കേട്ടോ, നമ്മളതിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ടിപ്സായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ളതൊന്ന് റൈറ്റിംഗ് ഓർ ടൈപ്പിംഗ് പ്രാക്ടീസാണ്. കാരണം നമുക്കറിയാം 70 മാർക്സിന് നമുക്ക് വരുന്നുണ്ടാവുക എസ്സേ ടൈപ്പാണ്. അത് മീൻസ് ഡിസ്ക്രിപ്റ്റീവാണ്, നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല സ്പീഡ് വേണം, അതേപോലെ ടൈം മാനേജ്മെൻറ്റും വേണം. അത് ബൈ പ്രാക്ടീസ് മാത്രമേ കിട്ടുള്ളൂ. സോ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. സോ ഇത്രയാണ് ഈ പേപ്പറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ബാക്കിയൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം.